സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം വൈകും. ഇത് 5-ാം തവണയാണ് സൗദി കോടതി കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ റഹീമിന്റെ ഉമ്മ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കുട്ടിയെ കാണാൻ വർത്താനയ്ക്ക് പറയാനുള്ളൂ. ഇത്തിരി വേഗത്തിൻ്റെ കുട്ടിൻ്റെ കണ്ണിൽ നമുക്ക് എത്തണം. എത്തൂലാത്തിലാന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. എങ്ങനെയൊക്കെ ഞാൻ അവിടെ പോയത് എത്തി നിൽക്കും പഠിച്ചവനക്ക് അറിയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സമിതി പ്രവർത്തിക്കുന്നുണ്ട്. അവർ അതിനുവേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അവർ ആ രീതിയിൽ പ്രവർത്തനം പോരെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നീങ്ങണോ എന്ന് അങ്ങനത്തെ അഭിപ്രായം ഉണ്ടോ? എങ്ങനെ എന്ത് നീങ്ങിയാലും ആക്കിയാലും എൻ്റെ മോനെ എനിക്ക് എൻ്റെ അടുത്ത് എത്തിക്കാൻ എനിക്ക് അത്ര പറയാനുള്ളൂ. മോനെ അവിടെ എത്തിക്കാം, അത്രേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞാണ്ട് അത് കരിപ്പിക്കാൻ കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങളിങ്ങനെ വരുമോ എല്ലാവരും പറയും ആക്കും. അവിടെ ചെന്ന് അവിടുന്ന് കേട്ട് എൻ്റെ കൂടെ ഇങ്ങോട്ട് വരുമോ വിചാരിച്ച കുട്ടിയാണ് ഞാൻ. നിങ്ങൾ കേട്ടി കൊണ്ടാകാവുന്ന എത്തിക്കാളിനുള്ളത് ചെയ്തിരിക്കും. പിന്നെ മോനത് കാട്ടിത്തന്നെ എനിക്ക് മതി. 15 പരിഹരിക്കും. 1-1.5 അറിഞ്ഞൊരു ദിവസം അറിയുന്നത് കേൾക്കേണ്ടി വരും. ആ കേൾക്കാൻ ഞാനിവിടെ ഇയാളെക്കട്ടെ. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം വൈകും. ഇത് 5-ാം തവണയാണ് സൗദി കോടതി കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉമ്മയുടെ പ്രതികരണം തത്സമയം ഇപ്പോൾ കണ്ടത് അത്രമേൽ വികാരഭരിതമാണ്. മൈക്കുകൾ അടുത്തടുത്ത് നിൽക്കുന്നു. ഒന്നും പറയാൻ കഴിയാതെ അവർ വായ പൊത്തി നിൽക്കുന്നു. അതിനുശേഷം അവർക്ക് തിരിഞ്ഞു പോകേണ്ടി വരുന്നു. എൻ്റെ മകനെ ഒന്ന് കാണിച്ചു തരൂ, അത് കഴിഞ്ഞിട്ടാവാം സംഭാഷണം എന്ന നിലയിലേക്ക് അവർ സംസാരിക്കുന്നു. ഇപ്പോൾ റിയാസ് KM കോഴിക്കോട്ട് നിന്ന് ചേരുന്നു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിൻ്റെ മോചനം വൈകും എന്ന് ഇപ്പോൾ നമ്മൾ വാർത്ത നൽകുമ്പോൾ ഇത് 5-ാം തവണയാണ് സൗദി കോടതി കേസ് മാറ്റിവെക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്നത് പരിഗണനയ്ക്ക് എടുക്കാതെ മാറ്റിവെച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും MS, ഇന്ന് ഇന്ത്യൻ സമയം 2 മണി കഴിഞ്ഞ ഉടനെ തന്നെ സൗദി ക്രിമിനൽ കോടതി ഈ കേസ് പരിഗണിക്കും എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് പരിഗണിക്ക് എടുത്ത ഉടൻ തന്നെ ആ കേസ് ജനുവരി 15-ലേക്ക് നീട്ടുന്നു എന്നാണ് റിയാദിലെ പ്രത്യേക ക്രിമിനൽ കോടതി പറഞ്ഞത്. അത് പ്രധാനമായും മനസ്സിലാക്കാൻ പറ്റുന്നത് അന്ന് ജനുവരി 15-ന് ഇന്ത്യൻ സമയം രാവിലെ 10:30, സൗദി സമയം രാവിലെ 8 മണിക്കായിരിക്കും ഈ കേസ് വീണ്ടും പരിഗണിക്കുക എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷയുള്ളതായി നിയമസഹായ സമിതി പറയുന്നു. ഈ റഹീമിൻ്റെ ഉമ്മയെ സംബന്ധിച്ച് അവർ വലിയ നിരാശയിലാണ്. കാരണം തുടർച്ചയായി 5-ാം തവണയാണ് ഈ കേസ് മാറ്റിവെക്കുന്നത്. തൻ്റെ മകന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനകൾ ഇനി അത് വലിയൊരു വിങ്ങലായി ആ ഉമ്മയുടെ മനസ്സിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. പ്രാർത്ഥനകളൊന്നും ഫലിക്കാത്തതിൻ്റെ ഒരു വേദന ആ ഉമ്മയുടെ മനസ്സിലുണ്ട്. മാത്രമല്ല അവർ നിരന്തരം ഈ ഇടപെടൽ നടത്താനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നു. എന്ത് ഇടപെടൽ നടത്തിയിട്ടായാലും തൻ്റെ മകനെ തിരികെ എത്തിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ റഹീമിൻ്റെ ഉമ്മ ആവശ്യപ്പെടുന്നത്. ഏത് രീതിയിലും അതിന് ശക്തമായ ഇടപെടൽ നടത്തും എന്നുള്ളതാണ് റഹീം നിയമസഹായ സമിതിയും വ്യക്തമാക്കുന്നത്. MS. ശരി, റിയാസ് KM ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം ഇനിയും വൈകും. 5-ാം തവണയും സൗദി കോടതി കേസ് മാറ്റിവെച്ചിരിക്കുന്നു. ജനുവരിയിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.